السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, 29/11/2024 UAE ഐക്യപ്പെട്ടതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് അൽ ഇത്തിഹാദ് എന്ന ശീർഷകത്തിൽ ഔഖാഫ് പ്രസിദ്ധീകരിച്ച ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. ഏറെ അഭിമാനകരമായ നിമിഷം. ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം അലതല്ലുകയാണ്. ഭരണകർത്താക്കളോടുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടും ഏറുകയാണ്. രാജ്യത്തിൻ്റെ ശില്പി മഹാനായ ഷെയ്ഖ് സായിദ് അവരോടുകൂടെ അന്ന് ഉറച്ചുനിന്ന് ഈ ഐക്യം കെട്ടിപ്പടുത്ത മഹാരഥന്മാരോടുള്ള ബഹുമാനം മനസ്സിൽ നിറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിലും തഖ്വയിലുമായി നിങ്ങൾ ഉറച്ചു നിൽക്കണം. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഛിന്നഭിന്നമാകരുത് എന്ന ഖുർആനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ ഈ UAEയിൽ ഐക്യം സാക്ഷാത്കരിക്കുകയുണ്ടായി. അവരുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അവരെ അകമഴിഞ്ഞ് സഹായിച്ചു. ഖുർആൻ പറഞ്ഞല്ലോ, ഈ യഅലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറൻ യുഅ്തിക്കും ഖൈറാ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയാണ് ഉദ്ദേശമെങ്കിൽ അല്ലാഹു തആല അതറിയുകയും അവൻ നിങ്ങൾക്ക് പകരം നന്മ ചെയ്യുകയും ചെയ്യും. അവരുടെ ആഗ്രഹം പൂവണിഞ്ഞു. രാജ്യം പുരോഗതിയുടെ പാരമ്യതയിലെത്തി. ലിയജ്സിയല്ലാഹു സ്സാദിഖീന ബിസിദ്ഖിഹിം. അല്ലാഹു സത്യസന്ധരായ ആ ഭരണകർത്താക്കൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവന് റബ്ബിന് നന്ദി കാണിക്കാനും കഴിയുകയില്ല. നാം അള്ളാഹുവിന് ഏറെ നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന സമയമാണിത്. അവൻ ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിൻ്റെ മേലിൽ എത്രയാണ് അവൻ നമുക്കുമേൽ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, ഓ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്കുമേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്കുമേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അങ്ങ് എടുത്തു പറയണം. ഭരണകർത്താക്കൾക്ക് നാം പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കണം. അവരുടെ കഠിന പ്രയത്നം, ദീർഘവീക്ഷണമുള്ള അവരുടെ നീക്കങ്ങൾ ചരിത്രത്തിൽ അത് അടയാളപ്പെട്ട് കിടക്കുകയാണ്. UAE ഐക്യപ്പെട്ടതിൻ്റെ ആ സുന്ദരമായ മുഹൂർത്തം നാം ഓർത്ത് എടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾ കുറെ കഴിഞ്ഞ് അത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് നിലനിർത്തി തരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലും വലിയ അനുഗ്രഹം നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഈ ഐക്യം അതിൻ്റെ നിലയും വിലയും മനസ്സിലാക്കണമെങ്കിൽ അത് ഇല്ലാത്തവരെ പറ്റി, അതില്ലാത്ത രാജ്യങ്ങളിലേക്ക് നാം എത്തി നോക്കണം. അതിൻ്റെ അനർത്ഥങ്ങൾ എത്രയാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഈ ഐക്യത്തിൻ്റെ മേലിൽ അഭിമാനം കൊള്ളുകയാണ്. രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നു. എല്ലാവർക്കും ഒരേ വാക്കാണുള്ളത്. എല്ലാവരും ഒരേ മനസ്സിൻ്റെ ഉടമകളാണ്. അവർ ഒരേ വരിയിൽ അടിയുറച്ച് നിൽക്കുന്നു. നീണ്ട 53 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും നാം ഇതിന് റബ്ബിന് എത്ര നന്ദി പ്രകടിപ്പിക്കണം. റബ്ബിനോട് നാം എത്രമാത്രം കടപ്പാടുള്ളവരാണ്. നാം ഇത് മനസ്സിലാക്കണം. നമ്മുടെ സന്താനങ്ങൾക്ക് നാം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭരണകർത്താക്കൾ, മുൻഗാമികൾ ഇതിനു വേണ്ടി വരിച്ച ത്യാഗങ്ങളെ നാം അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർ
വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ നീക്കിയപ്പോൾ നമുക്ക് ഐക്യത്തിൻ്റെ ആ അനുഗ്രഹം എമ്പാടും അനുഭവിക്കാൻ അവസരം ഉണ്ടായി. ഭരണകൂടത്തോട് നാം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. രാജ്യത്തിനു വേണ്ടി നാം എന്നും മുന്നിൽ നിൽക്കുന്നു. നാം ആത്മാർത്ഥമായി സത്യസന്ധമായി രാജ്യത്തിൻ്റെ ഈ ഐക്യവും ഈ ഭദ്രതയും നിലനിർത്താൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാവണം. ഐക്യം അത് വലിയ അനുഗ്രഹമാണ്. പരസ്പരം ചേർന്ന് നിന്ന് കൈകോർത്ത് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ മുന്നേറാൻ കഴിയണം. നാം മറ്റുള്ളവർക്ക് കൂടി അതിന് മാതൃകയാകേണ്ടതുണ്ട്. നമ്മുടെ ഈ ഐക്യം, നമ്മുടെ രാജ്യം ഇത് ശക്തിപ്പെട്ട് ഒരേ മനസ്സോടുകൂടെ ഇന്നും അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ നമ്മുടെ രാജ്യം നന്മയുടെ ഉറവിടമായി മനുഷ്യത്വത്തിന് മുഴുവനും നന്മ ചെയ്തുകൊണ്ട് തലയുയർത്തിപ്പിടിച്ച് അതിൻ്റെ പതാക വാനിൽ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ സദഖല്ലാഹ സദഖഹുല്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അല്ലാഹു സഹായിക്കും എന്ന ആ തീർച്ചയോടുകൂടി മുന്നേറിയവരെ അല്ലാഹു തആല സഹായിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതമാണ് എല്ലാവരിലേക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും ഉള്ളത് വാരിക്കോരി കൊടുക്കുക. അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകും. മറ്റ് അപകടങ്ങൾക്ക് നിന്ന് അത് നമ്മെ കാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സനാഇഉൽ മഅറൂഫി തഖി മസാരി അസ്സൂ, നല്ലത് ചെയ്യൽ, നന്മ പ്രവർത്തിക്കൽ അത് നമുക്ക് നേരെ വരുന്ന പരീക്ഷണങ്ങളെ പ്രതിരോധിക്കും. റബ്ബിനോടുള്ള പ്രാർത്ഥന നാം അധികരിപ്പിക്കണം. റബ്ബ് ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളതാകണമേ എന്ന്. ഭരണകൂടത്തോടുള്ള ആ നന്ദിയും കടപ്പാടും നാം കൂടുതൽ പ്രത്യേകം ഓർത്തെടുക്കേണ്ടുന്ന സമയമാണ്.